ഒരു ഗോൾ അടിക്കാന്നുള്ളത് വലിയ കാര്യം. അത് വലിയ കാര്യമാണ്. പിന്നെ ഡിഫൻഡർ ആണല്ലോ. പക്ഷെ കളി തോറ്റി പ്ലെയറാണ് ഞാൻ അപ്പോൾ യൂസ് ചെയ്യുന്നത്. അതല്ലാണ്ട് ഇറക്കാത്ത റൊണാൾഡോ. ഭാഗ്യമാണ് എനിക്ക് ആ സാധനം കിട്ടിയത്. ഹലോ ഫാമിലി, ഓക്കെ ബ്രോ, നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കോ സ്പോൺസർഡ് ബൈ M17 ഫ്രാഗ്രൻസ് കാർ LED ഹബ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മൊഗ്രാലിന്റെ മണ്ണിൽ നിന്നും വളർന്ന് സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി ബൂട്ടണിഞ്ഞ അബൂബക്കർ ദിൽഷാദ്. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേരള ടീമിന് വേണ്ടി ബൂട്ടണിയ കളിക്കുക എന്നുള്ളത്. പക്ഷേ ഒരുപാട് കൊല്ലത്തെ ഒരുപാട് വർഷത്തെ എൻ്റെ ഹാർഡ് വർക്കും എൻ്റെ ഒരു സ്വപ്നം കൂടിയായിരുന്നു. ഭയങ്കര ഹാപ്പിയാണ്. ചിച്ചു, ഇപ്പൊ നിനക്ക് ഈ ഫുട്ബോളിലേക്ക് വരാനുള്ള നിന്റെ ഒരു ഇൻസ്പിറേഷൻ, നിന്റെ ഒരു പ്രചോദനം ആരാണ്? പ്രചോദനം എന്നല്ല, ഞാനിപ്പോ പണ്ടിലെ കളിച്ച് വളർന്ന് ഗ്രൗണ്ട് ആണെങ്കിലും ക്ലബ് ആണെങ്കിലും മുഗ്ര സ്പോർട്സ് ക്ലബ്ബ്. അപ്പോൾ അവിടെ കളിക്കുന്ന പ്ലെയേഴ്സ് അവരെ കണ്ടിട്ടാണ് ഞാൻ ഈ കളിക്കാൻ തുടങ്ങുന്നത് തന്നെ. പിന്നെ എൻ്റെ ഉപ്പ അവരുടെ ടീമിന്റെ മാനേജറാണ്, ഫുട്ബോളുമായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പോൾ അവിടെ കളിച്ച് പിന്നെയാണ് കളിച്ച് അവിടെ എത്തണം, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രീം എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരാളെന്നുള്ളതല്ല, ഒരു ക്ലബ്ബാണ് എൻ്റെ പ്രചോദനം. കളിച്ച് അവിടെ എത്തണം എന്നുള്ളത്. ചിച്ചുന്റെ ഇൻസ്റ്റ ഐഡി നോക്കിയെങ്കിൽ ചിച്ചു മൊഗ്രാലിയൻ, ഇവിടെ കളിയിൽ നോക്കിയെങ്കിൽ മൊഗ്രാലിയൻ, എല്ലായിടത്തും ഒരു മൊഗ്രാലിയൻ കാണും. അപ്പോൾ ഈ മൊഗ്രാലിന് നല്ലൊരു വീതം ഉണ്ട് എടുക്കെത്തിയാല്. ഉണ്ട്. നല്ലൊരു പാട്ടാണ് എൻ്റെ സക്സസിന്റെ ഏറ്റവും നല്ലൊരു പാട്ടാണ് മുഗ്ര എന്നുള്ളത്. ഇപ്പൊ ഞാന് ആർക്കും അറിയുന്നുണ്ടെങ്കിൽ അതെന്റെ നാടിന്റെ പേരും കൂടി ചേർത്താണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഇപ്പൊ ഇൻസ്റ്റാല് നോക്കിയാൽ കാണാം, എല്ലാ പേരിലും മുഗ്ര എന്നുള്ളത്. അപ്പോൾ ഇപ്പൊ ഞാൻ ചിച്ചു എന്നറിയപ്പെടുമ്പോൾ അത് ചിച്ചു എന്ന് മാത്രമല്ല, ചിച്ചു മൊഗ്രാൽ എന്നുള്ള അതാണ് അറിയുന്നുള്ളത്. അപ്പൊ ഞാൻ കളിച്ചു വളർന്ന ക്ലബും നാടും നാട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അപ്പൊ എന്റെ നാടും ഒന്നിച്ച് അറിയണം എന്നുള്ളതാണ് ഞാൻ ആ പേരിട്ട് തന്നെ. അപ്പൊ ഈ ഒരു ജേണിയിൽ നിങ്ങളുടെ പാരന്റ്സിന് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായി? ആദ്യമൊക്കെ ഒന്നും അച്ചീവ് ചെയ്യുന്നില്ല, വെറുതെ ഇങ്ങനെ കളിച്ചു നടക്കുമ്പോ ചെറിയ എതിർപ്പൊക്കെ ഉണ്ടായി. മീൻസ് അവർക്ക് അവരുടെ കുട്ടികൾ നല്ലൊരു പൊസിഷനിൽ എത്തണം, ഇങ്ങനെ കളിച്ച് നടന്നാ പോയാന്നുള്ളത്. പക്ഷെ പിന്നെ ആൾക്കാർ കളിച്ച് ഒരു അച്ചീവ് ചെയ്യുമ്പോഴേക്കും പിന്നെ ഗവൺമെന്റ് ജോബ് കയറുമ്പോഴൊക്കെ ഓർക്കും ഇങ്ങനെ തോന്നി കളിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പുണ്ടായിന്. പിന്നെ ഉപ്പ ആണെങ്കിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഉമ്മാക്ക് എന്റെ അനിയത്തിക്കൊന്നും അങ്ങനെ വലിയൊരു ഐഡിയ ഇല്ല ഫുട്ബോളിനെ കുറിച്ചിട്ട്. പിന്നെ അവർക്ക് ഇപ്പൊ അറിയാൻ തുടങ്ങിയാൽ ഞാൻ കളിച്ചു തുടങ്ങിയ ശേഷമാണ്. ഞാനൊക്കെ ആദ്യമൊക്കെ മുമ്പൊക്കെ ഇങ്ങനെ വെറുതെ ഒരു ഫണ്ണായിട്ട് ഒരു ടൈം പാസിന് വേണ്ടി കളിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ടായിരിക്കും പിന്നെ സപ്പോർട്ട് ചെയ്യാണ്ട് കളിക്കാൻ പോകണ്ട എന്നുള്ള സാധനം അവർ ഇതാക്കിയത്. പിന്നെ കളിച്ച് ഒരു അച്ചീവ്മെന്റ് വരുമ്പോൾ അവർക്ക് തോന്നി ഓക്കെ സപ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതിൽ എന്റെ ഫാമിലിക്ക് നല്ലൊരു പങ്കുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ. അല്ല, നമ്മളിപ്പോൾ നാട്ടിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവർക്കൊന്നും പാരൻസിന്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് അവർ മുമ്പോട്ട് ചിന്തിക്കുന്നില്ല. വെറുതെ ടൈം പാസിന് നീ പറഞ്ഞ പോലെ ആ ഒരു ലെവലിലാണ് കളിച്ച് നടക്കുന്നുള്ളത്. അപ്പോൾ അവരോട് ആ പാരൻസിനോട് എന്താ പറയാനുള്ളത്? അല്ല, അവര് സപ്പോർട്ട് ചെയ്യാത്തത് ഇതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇത് കളിച്ചുകൊണ്ട് എന്ത് ഗുണമുണ്ട് അല്ലെങ്കിൽ അവർ എവിടെ എത്തും, അവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. മീൻസ് പണ്ടത്തെ ആൾക്കാർ ചിന്തിച്ച പോലെ തന്നെ. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ പുതിയ പേരൻസ് ഒക്കെ പിള്ളേർ അക്കാഡമിക്കും പിന്നെ അവരെ ഫുട്ബോൾ കളിച്ചിട്ട് എന്തെങ്കിലും നേടാനുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ മുമ്പൊക്കെ ആണെങ്കിൽ ഓക്കെ. ഇപ്പോ പിന്നെ നോർമലി നമ്മുടെ നാട്ടിലത്തെ പ്ലെയേഴ്സിന് ഇങ്ങനെ പ്രൊഫഷണലായിട്ട് കളിക്കണമെന്നില്ല. സാധാരണ പോലെ 5, 6, 7 കളിച്ചിട്ട് എന്തെങ്കിലും 500,000 കിട്ടിയാൽ മതി. പക്ഷെ അങ്ങനെ പ്രൊഫഷണൽ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് ഇടങ്ങ് എത്തുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് പ്ലെയേഴ്സ് കാസർഗോഡ് ജില്ലയിലുണ്ട്. ജില്ലാ ടീം കളിച്ചത്, സ്റ്റേറ്റ് ടീം കളിച്ചത്. അപ്പോ പാരന്റ്സ് സപ്പോർട്ട് ചെയ്യാത്തത് മുമ്പത്തെ ആ ഒരു മെന്റാലിറ്റി തന്നെയാണ്. കളിച്ചിട്ടൊരു കാര്യമില്ല, ഈ നാട്ടിൽ നിന്ന് ആരൊന്നും സക്സസ് ആകുന്നില്ല എന്നുള്ളൊരു മെന്റാലിറ്റി കൊണ്ടാണ്. പക്ഷെ കളിച്ചിട്ട് പ്ലെയേഴ്സ് ഇടങ്ങ് എത്തുന്നുണ്ട്, അവർക്ക് ഇത് യൂസ്ഫുൾ ആകുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന പാരന്റ്സ് ഒക്കെ അക്കാഡമിക് ആണെങ്കിലും അല്ലെങ്കിൽ ഫുട്ബോൾ മേഖലയൊക്കെ ആണെങ്കിലും സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ട് ചെറിയ വയസ്സിൽ ഇങ്ങനെ കളിക്കാൻ തുടങ്ങുന്നില്ല അമ്മ, ആ പ്രായത്തിൽ നമുക്ക് അക്കാഡമിയിലാ ആരെങ്കിലും കോച്ചാ? അക്കാഡമിയിൽ ഞാൻ ഇതുവരെ അങ്ങനെ വലിയ അണ്ടർ 14, അണ്ടർ 16, അണ്ടർ 12 അങ്ങനെ കുറെ അക്കാഡമീസ് ഉണ്ട്. അതിലൊന്നും ഞാൻ ഇതുവരെ ഒരു അക്കാഡമി ജോയിൻ ചെയ്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇത് സാധാരണ കളിക്കുന്ന പോലെ സാധാരണ വൈകുന്നേരം കളിക്കുക, സ്കൂൾ വിട്ട് വൈകുന്നേരം കളിക്കുക, അല്ലാണ്ട് പ്രൊഫഷണൽ അങ്ങനത്തെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ 10 വയസ്സ് 8 വയസ്സായ പിള്ളേർ കളിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ ചിന്തിക്കുന്നുള്ളത് പ്രൊഫഷണൽ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് പറയുന്നത് കേൾക്കാറുണ്ട്, എന്നെ ഇന്ന അക്കാഡമിക്ക് ഇടണം, ഇന്ന സ്കൂളിൽ ഇടണം എന്നൊക്കെ പറയുന്നത്. അത് ഒരങ്ങനെ ചിന്തിക്കുന്നുള്ളതാണ്. പക്ഷെ ഞാൻ മുമ്പ്
അങ്ങനെ അക്കാഡമിയിൽ ജോയിൻ ആവാത്തത് എനിക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ല സംഭവം. ഫസ്റ്റ് ഞാൻ സാധാരണ കളിക്കുന്ന പോലെ കളിക്കുന്നതാണ്. പിന്നെ ഞാൻ തുടങ്ങിയത് തന്നെ ഒരു 18, 19, 20 ആ ഏജിലാണ് ഞാൻ കളിക്കാൻ തുടങ്ങിയത് തന്നെ ഫുട്ബോൾ ഒരു കുറച്ച് സീരിയസ് ആയിട്ട്. ആദ്യമായിട്ട് കുമ്പള എൻ്റെ 10ൽ പഠിക്കുന്ന സമയത്ത് ഒരു ടൂർണമെന്റ് കളിക്കാൻ പോയതാണ്. അതാണ് ഫസ്റ്റ് ഒരു പ്രൊഫഷണലായിട്ട് ലൈക്ക് ലോക്കൽ അല്ലാതെ കളിക്കാൻ പോയ ടൂർണമെന്റ്. പിന്നെ ഞാൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. പിന്നെ കുറെ ഇങ്ങനെ ന്യൂസും ഇതൊക്കെ ഫോട്ടോസൊക്കെ കാണും, ആൾക്കാർ കളിച്ചതും അച്ചീവ് ചെയ്തതൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ നമ്മളെ മുഗ്ര ഗ്രൗണ്ടിൽ പ്രാക്ടീസ് തുടങ്ങി. അപ്പൊ അന്നേരമാണ് ഞാൻ വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ മുഗ്രാൽ കളിക്കുന്ന കുറെ പ്ലേയേഴ്സ് ഒക്കെ പറഞ്ഞ് തരുത്തുണ്ട്. ഓക്കെ, ഇന്നത് ഇങ്ങനെ ചെയ്താൽ ലൈക്ക് സാധാരണ കോച്ചസ് പറയുന്ന പോലെ. അത് എന്റെ മിസ്റ്റേക്സ് കാണുമ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആൾക്കാരാണ്. ഇപ്പൊ മുമ്പ് കളിച്ച കുറെ പ്ലേയേഴ്സ്, ഇപ്പോ എച്ച് എ കാൽദിച്ചാണെങ്കിൽ അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്, അണ്ണുച്ച അങ്ങനെ മുമ്പ് കളിച്ച. അപ്പൊ എന്നോട് മിസ്റ്റേക്സ് ഒക്കെ കാണുമ്പോൾ എന്നോട് പറഞ്ഞുതരും. അത് ഒരു കോച്ചല്ല, സാധാരണ ഒരു എന്റെ ഒരു ബ്രദറിനെ പോലെ ഇതിക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഒരു അക്കാഡമി എന്നുള്ളതൊക്കെ പ്രാക്ടീസും ക്യാമ്പ് കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്തത് കുമ്പള അക്കാഡമിയിലാണ്. അത് അവർക്ക് മൊഗ്രാലിൽ ക്യാമ്പ് നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പുറത്തിങ്ങനെ ചുറ്റും. ലൈക്ക് എനിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ അതിൽ അവിടെ പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ചാൻസ് ഉള്ളത്. അപ്പൊ ഞാൻ വെറുതെ ബൂട്ട് എടുത്തിട്ട് ഇങ്ങനെ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി, അവിടെ കളിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ക്യാമ്പ് കൊടുക്കുന്ന കോച്ചാണ് നൗഷാദ് എന്ന് പറയുന്നത്, മലപ്പുറത്തുള്ള റഫറിയാണ്. അപ്പൊ മൂപ്പര് കണ്ടിട്ട് എനിക്കൊരു താല്പര്യം ഉണ്ട് എന്ന രീതിക്ക് മൂപ്പര് ഖലീൽ സാറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ആ ക്യാമ്പിലേക്ക് പുറത്തുനിന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പ്ലെയർ ഞാൻ മാത്രമാണ്. അത് ഞാൻ പോയിട്ട് അങ്ങോട്ട് ചോദിച്ചോന്നല്ല, എന്റെ ഇൻട്രസ്റ്റ് ഞാൻ ഇങ്ങനെ ബോൾ പുറത്തിങ്ങനെ വെറുതെ തട്ടുന്ന കാണുമ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് ഞാൻ അക്കാഡമി ക്യാമ്പ് എന്ന സാധനത്തിൽ ഫസ്റ്റ് എത്തുന്നത് അവിടെയാണ്. അപ്പൊ നൗഷാദ് ആദ്യം എന്റെ ക്യാമ്പിലേക്ക് എടുത്തത്. പിന്നെ അങ്ങനെ ക്യാമ്പ് പോയി, പിന്നെ അക്കാഡമി വേണ്ടി കുറച്ച് കളി കളിച്ച്, പിന്നെ അവരെ കീഴിൽ തന്നെ മെറിഡിയൻ കോളേജിന് കളിച്ച്. പിന്നെ നൗഷാദ് ഖാൻ തന്നെ ഇവിടുന്ന് മലപ്പുറം കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെയാണ് ഫ്യൂച്ചർ, കളിച്ചാൽ ഇന്നതൊക്കെ ഉണ്ട്, ജോബ് കിട്ടും, പിന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന സാധനം കിട്ടും. അപ്പൊ അങ്ങനെ എനിക്കൊരു വഴികാട്ടി, ഇന്ന് ഫ്യൂച്ചറിലേക്കുള്ള വഴികാട്ടി എന്ന് പറഞ്ഞത് നൗഷാദ് ഖാൻ. അപ്പൊ അങ്ങനെയാണ് പിന്നെയാണ് ഇപ്പൊ ഞാനിപ്പോ ഗോകുലത്തിലാണെങ്കിലും റിയൽ മലബാറിലാണെങ്കിലും അങ്ങനെ കളിച്ച ക്ലബിലൊക്കെ അക്കാഡമിക്ക് നിന്ന് ജോയിൻ ചെയ്തത് ഞാനൊരു 20 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷമാണ്. അപ്പൊ എനിക്കൊരു പ്രൗഡ് എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് സെൽഫായിട്ട് ഒരു ഹാപ്പി എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ ഏജിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ഒക്കെ ഓൾറെഡി മുമ്പേ അക്കാഡമിയിൽ കളിച്ചു വന്ന പ്ലെയേഴ്സാണ്. അണ്ടർ 12, അണ്ടർ 13, അണ്ടർ 14, അണ്ടർ 16. അപ്പൊ എന്നെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഓർക്കുന്നുണ്ട്. എനിക്ക് 11ൽ എക്സ്പീരിയൻസ് കുറവാണ്. അപ്പൊ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ബേസിക് കാര്യങ്ങളൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതൊക്കെയാണ് അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന സാധനം. അപ്പൊ അതെനിക്കറിയില്ല. ഞാൻ സാധാരണ കളിക്കുന്ന പോലെ പോയതാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകത എനിക്കുണ്ട്. മീൻസ് ലേറ്റ് ആയിട്ടാണ് ഞാൻ കളി തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. 26 വയസ്സായി. 26 വയസ്സിലാണ് ഞാൻ സന്തോഷമൊക്കെ കളിക്കുന്നത്. അപ്പൊ ഞാൻ ഈ മുമ്പൊക്കെ ചാൻസ് ഇല്ല, സാധ്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയെങ്കിൽ എനിക്കിപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റി അത് മിസ്സായിട്ട്. അപ്പൊ അക്കാഡമിന്റെ രീതിക്ക് ഞാൻ ഇതുവരെ അങ്ങനെ സ്റ്റാർട്ടിങ്ങിലൊന്നും പോയിട്ടില്ല. ഈ 20 വയസ്സാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് അക്കാഡമി ജോയിൻ ചെയ്യുന്നത്. ചിച്ചു പിന്നെ കോച്ചിങ് എടുത്തോണ്ടായിട്ട് അവർക്ക് ബദിരക്കത്തേക്ക് കോച്ചിങ് ഉണ്ടായി. അതുപോലെ ചിച്ചുവിന്റെ കോച്ച് നൗഷാദ് പറഞ്ഞിട്ട് നൗഷാദ് സാറു ഇവിടെ കോച്ചിങ്ങിന് വന്നിട്ടുണ്ടായി. ഇപ്പോ കോച്ചിങ് തുടരുന്നല്ല. ഇല്ല, ഇപ്പൊ ഞാൻ അത് ആ സമയത്ത് ഇപ്പൊ ഞാൻ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ഉള്ള സമയത്താണ് എനിക്ക് ഖലീൽ സാർ ഇങ്ങനെ ഒരു ചാൻസ് തരുന്നത്. മീൻസ് കളിച്ചിട്ട് മാത്രം പോണ്ട. ലൈക്ക് ഇപ്പൊ ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പാസ്സായി, അപ്പൊ PT സാർ എന്ന രീതിക്ക്. പിന്നെ കോച്ചിന്റെ D ലൈസൻസ് പാസ്സായി. അപ്പോ ഫുട്ബോളിൽ കളിക്കുന്ന പ്ലെയർ മാത്രമല്ലാതെ കോച്ചസും ഇതും ട്രൈ ചെയ്തോ, നമുക്കറിയില്ല ഏത് ഇല്ലാതെ നമ്മൾ സക്സസ് ആവാന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് രീതിക്ക് ഇവിടെ ബദിയെടുക്ക, പിന്നെ കുമ്പളയില്, ആരിക്കാടിയില്, ഉപ്പളത്ത്, പിന്നെ 2-3 സ്കൂളിലൊക്കെ ക്യാമ്പ് എടുക്കാൻ പോയത് അത് ഖലീൽ സാർ പറഞ്ഞിട്ടാണ്. അപ്പോ എനിക്ക് ആ സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഇല്ല എങ്ങനെ കോച്ചിങ് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ എനിക്ക് നൗഷാദ് തന്ന കോച്ചിങ് ആണ് ഞാൻ അവർക്ക് കൊടുത്തുണ്ടായത്. പിന്നെ ഞാൻ ക്യാമ്പിന് പോയിട്ട് കിട്ടിയ എക്സ്പീരിയൻസ് കൊടുത്തിട്ട് പിന്നെ ഞാൻ കോച്ചിങ് ആക്കാൻ പോയി. അപ്പൊ ഇപ്പൊ ഞാൻ പോക്കില്ല. ഇപ്പോ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ പോക്കില്ല. ഫ്രീ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ പോകും. പിന്നുള്ള ഒരു വിഷയമാണ് ഈ 7s 11s. ചിച്ചു തന്ന 7സും കളിക്കാൻ പോക്കുണ്ട്. ഇപ്പോ 7s വിട്ടല്ല 11s മാത്രം ഫോക്കസ് ചെയ്യും. അല്ല, 7s ഞാൻ ഒഴിവായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ 7s കളിക്കണ്ട, 11s മാത്രം കളിക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഞാൻ 7s ഒക്കെ കളിച്ച് വന്ന ആളാണ്. അങ്ങനെ ഉള്ള അഭിപ്രായം ആൾക്കാരുണ്ട്, കുറെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ 7s ഇപ്പൊ ഞാൻ ഒരു ടെമ്പററി സാധനങ്ങളാണ്. 7s വെച്ചാൽ കളിക്കുക, പൈസ വാങ്ങിക്കുക, വരാം. പക്ഷെ 11s അങ്ങനെയല്ല. 11s നമ്മളെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്ന. പക്ഷെ 7s കളിച്ചിട്ടും 11സിലേക്ക് എത്തിയ ആൾക്കാരുണ്ട്. ഇപ്പോ മുഹമ്മദ് റാഫി ഓർ പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ, ആഷിഖുദ്ദീൻ, അങ്ങനെ കുറെ പ്ലെയേഴ്സ് ഉണ്ട് മലപ്പുറത്തുള്ള. ഓർ 7s കളി കണ്ടിട്ട് 11സിലേക്ക് പോയ ആൾക്കാരാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു റീൽസ് വന്നിട്ടുണ്ട്, ഒരു മോഹൻ ബഗാനിലേക്ക് ഒരു അണ്ടർ 18 പ്ലെയർ ഉണ്ട്. അത് 7s കളിച്ചിട്ട് പോയ പ്ലെയർ ആണ്. അപ്പൊ 7s കളിച്ചിട്ടും ഇപ്പൊ എനിക്കും അങ്ങനെ പറയാം, ഞാൻ 7s തന്നെ ഇപ്പൊ ഞാൻ ഗോകുലത്തിലേക്ക് പോകുമ്പോക്ക്
ആ കോച്ച് കണ്ടത് എന്റെ സെവൻസ് ഉള്ള സാധനമാണ്. അപ്പൊ സെവൻസ് കളിച്ചിട്ടും പ്രൊഫഷണൽ ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറെ പ്ലേയേഴ്സ് സെവൻസ് തന്നെയാണ്, സെവൻസ് തന്നെയാണ് ഫുട്ബോൾ, സെവൻസ് തന്നെ കളിക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നുള്ള രീതിക്കാണ്. അപ്പോ സെവൻസിൽ ഒതുങ്ങാണ്ട് ലെവൻസും കൂടി നോക്കണം. ലെവൻസ് കളിച്ചാൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് ജോബ് കയറാം, കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോ സെവൻസ് ഞാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ ഫ്രീയുടെ സമയത്ത് മാത്രമാണ് സെവൻസ് കളിക്കല്. ഇപ്പോ മുമ്പാണെങ്കിൽ കണ്ടിന്യൂസ് കളിച്ചോണ്ടായി. അപ്പോ ഇനി സെവൻസ് കളിക്കാണ്ട് പ്രൊഫഷണൽ ആയിട്ട് തന്നെ നോക്കാം. ഫ്യൂച്ചർ അങ്ങനെ ലെവൻസ് കളിച്ചിട്ട് നല്ലൊരു ജോബ് നേടി അങ്ങനെ പോവാന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്ലാൻ. അപ്പൊ നിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ത്? മീൻസ് ഇപ്പോ ഇന്ത്യയിൽ ഇപ്പൊ ഫുട്ബോളിന് സാധ്യത ഉണ്ടാ ഇല്ലേ? പക്ഷെ ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റേ കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നാം ഇന്ത്യയിൽ ഫുട്ബോളിന് സാധ്യത കുറവാണ്. ഏറ്റവും കുറവുള്ള സ്ഥലമാണ് ഇന്ത്യയിൽ. മീൻസ് എത്രയോ ആൾക്കാരുണ്ടായിട്ട് ഒരു നല്ലൊരു ടീം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെ കംപ്ലൈന്റ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലീഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വൈകി, ഫിനാൻഷ്യലി സപ്പോർട്ട് കുറവാണ്. ഇപ്പൊ ISL ഇപ്പൊ നടക്കുന്നുള്ളത് തന്നെ അത് ഉണ്ടാവോ ഇല്ലേ, എല്ലാ പ്ലെയേഴ്സ് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടാണ് ആ സാധനം വരുന്നുള്ളത്. അതന്നെ, അതെന്ന് വെച്ചാല് ഫുട്ബോൾ ആയിട്ട് ഒരു സപ്പോർട്ടീവ് അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ക്രിക്കറ്റ് കൂടുതൽ ഇതുണ്ട്. അപ്പോ ഫ്യൂച്ചർ ഉണ്ട്. ഇപ്പോ കളിച്ചിട്ട് വന്ന പ്ലേയേഴ്സിനൊക്കെ ജോബ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇപ്പൊ ISLന്റെ തന്നെ അവസ്ഥ നമുക്ക് അറിയാം. അതിപ്പോ ഡൗട്ടിലാണ് അത് ഉണ്ടാവോ ഇല്ല എന്നുള്ളത്. അപ്പൊ ഇന്ത്യയിൽ കളിച്ചിട്ട് മീൻസ് കമ്പയർ ചെയ്യാൻ പറ്റില്ല, പുറത്തുള്ള കൺട്രീസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ നമുക്ക് നോർമലി കളിക്കാം, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോബ് കയറാം, പോവാന്നുള്ളതല്ലാണ്ട് ഇപ്പോ പുറത്തുള്ള പ്ലെയേഴ്സ് എങ്ങനെ അച്ചീവ് ചെയ്യുന്നുണ്ട്, അവരെന്ത് നേടുന്നുണ്ട്, അവരെത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മളെക്കാളും പോപ്പുലേഷൻ കുറവാണെങ്കിലും അവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ചാൻസ് ഉള്ളത് പുറത്താണ്. അപ്പോ ഇന്ത്യയിൽ അങ്ങനെ ഫുട്ബോളിന് വലിയ സപ്പോർട്ട് ഇല്ല. പക്ഷെ ഓൾറെഡി നമ്മൾ ഇത് ചൂസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ സിസ്റ്റമായിട്ട് പൊരുത്തപ്പെട്ട് കളിച്ചു പോവാ എന്നുള്ളതേ നമുക്ക് പറ്റൂ. ഈ ഒരു ജേണിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിച്ച ഏത് കാര്യത്തിലാണ്? ഞാൻ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട്, കുറെ അനുഭവിച്ചിട്ടുണ്ട് സ്ട്രഗിൾ. എന്ന് വെച്ചാല് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോ നമുക്ക് പല ട്രയൽസിനോ അല്ലെങ്കിൽ പ്രാക്ടീസിനോ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇപ്പൊ ബസ്സിനാണെങ്കിലും ട്രെയിൻ ടിക്കറ്റ് ആണെങ്കിലും അങ്ങനെ ഫിനാൻഷ്യലി കുറെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ മുമ്പൊക്കെ നമ്മളെ നാട്ടിലെ ക്ലബിന്റെ ബോൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യും. അല്ലെങ്കിൽ ബോൾ ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ഓടും. അപ്പൊ അങ്ങനെ എക്യുപ്മെന്റ്സിനൊക്കെ വേണ്ടി ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. മീൻസ് മുമ്പത്തെ പോലെയല്ല, ഇപ്പോ എക്യുപ്മെന്റ്സ് വേണം നമുക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ. അപ്പൊ അതിന് ചെറുങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രാക്ടീസിനാണെങ്കിലും സെലക്ഷൻ ട്രയൽസിനൊക്കെ പോകുമ്പോൾ ചെറുതായിട്ട് കുറച്ച് ആൾക്കാരെ ഹെൽപ്പ് ആകുന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് കുറച്ചും കൂടി അപ്ഡേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് വേണം. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ കുറച്ച് ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ. അപ്പൊ സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, പക്ഷെ പിന്നെ കുഴപ്പമില്ല. നീ പറഞ്ഞല്ലോ ഫിനാൻഷ്യലി സ്ട്രഗിൾ, അപ്പൊ ഏറ്റവും ജാസ്തി നിനക്ക് സപ്പോർട്ട് കിട്ടിയ എവിടെ നിന്നാണ്? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ലൈക്ക് എനിക്കിപ്പോ രജിസ്ട്രേഷൻ ട്രയൽസിന് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ രാവിലെ 4 മണിക്ക് 5 മണിക്ക് എണീച്ച് പോകേണ്ടി വരും. അപ്പൊ എനിക്ക് വണ്ടിയൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ എന്നെ ഹെൽപ്പ് ആക്കിയ ആൾക്കാരുണ്ട്. അങ്ങനെ ഹെൽപ്പ് ആക്കിയ കൂട്ടത്തിൽ കിട്ടിയ ഒരു ഫ്രണ്ടാണ് ഇർഷാദ് പറയുന്ന ആള്. അപ്പൊ എനിക്കിപ്പോ സ്റ്റേഷനിലേക്ക് പോവാന് വണ്ടിയൊന്നും ഇല്ലാത്തപ്പോ എനിക്ക് ആളെ അറിയില്ല, ഫസ്റ്റ് തീരെ അറിയില്ല. അപ്പൊ അറിയാത്ത ഒരാളെന്ന് ഞാൻ വണ്ടി ചോദിച്ചതാണ്. അങ്ങനെയാണ് എന്റെ ഓന്റെ ലൈക്ക് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. അപ്പോ അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ആണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നൗഷാദ് കോച്ച്, പക്ഷെ ഞാൻ ഇത് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, ആരോട് പറഞ്ഞിട്ടുമില്ല, ലൈക്ക് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയോണ്ടും ഇപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞങ്ങൾക്ക് പറയണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. ഇപ്പൊ ഞാനിപ്പോ അക്കാഡമിന്റെ ക്യാമ്പിലൊക്കെ പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരെ ക്യാമ്പ് ചില സമയത്ത് ഉപ്പളത്തൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് ബസ്സിൽ പോയിട്ട് ക്യാമ്പ് കഴിഞ്ഞിട്ട് റിട്ടേൺ വരണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അങ്ങ് മുമ്പ് ഫുട്ബോളിന് അങ്ങനെ വലിയ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പൈസ ചോദിക്കാൻ ലൈക്ക് ഒരു പേടിയാണ് പുരയില്. അപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ അത് എടുത്തു വെച്ചിട്ട് അങ്ങനെ പോകും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നൗഷാക്ക് ഇങ്ങനെ വിളിക്കും, ഇന്ന് ക്യാമ്പിന് വരുന്നില്ല അടിച്ചു. അപ്പൊ ഞാനിങ്ങനെ ഉള്ള പോലെ പറയും. അപ്പൊ പറയുമ്പോ പറയും, നീ അങ്ങോട്ടൊക്കെ എത്താള് ആരോടും ചോദിച്ചിട്ട് വാ, തിരിച്ചു പോകുമ്പോൾ ഞാൻ തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 50-60 ഉറുപ്പിക അങ്ങനെ സഹായിച്ചുകൊണ്ട് ആളാണ്. അപ്പൊ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് ആ സമയത്ത് ചെറുങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ അൽഹംദുലില്ലാ അങ്ങനെ ഇല്ല. പിന്നെ നോർമൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. ഒരു എക്യുപ്മെന്റ്സ് കുറെ ആൾക്കാർ എക്യുപ്മെന്റ്സ് സ്പോൺസർ ചെയ്ത്, ബോൾ സ്പോൺസർ ചെയ്ത്, പിന്നെ ഒരാൾ ബൂട്ട് ഗിഫ്റ്റ് ചെയ്ത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫിനാൻഷ്യൽ ഉണ്ടായിട്ടില്ല. എങ്ങനെയായിരുന്നു ഈ ലോക്കൽ സെവൻസ് ടൂർണമെന്റ് കളിച്ച് സന്തോഷ് ട്രോഫിയിലേക്ക് ഒരു ഗോൾ കിട്ടുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഫീലിംഗ്? ഞാനിപ്പോ സെവൻസ് കളിക്കുകയാണെങ്കിലും മുമ്പേ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു പൊസിഷനിലാണ് സന്തോഷ് ട്രോഫി കളിക്കുക, ഒരു ഗവൺമെന്റ് ജോബ് നേടാന്നുള്ളത്. അപ്പൊ അത് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയി, അൽഹംദുലില്ലാ. ഞാൻ ഭയങ്കര ലൈക്ക് എക്സൈറ്റഡ് ആയി, ലൈക്ക് എങ്ങനെ കളിക്കണം, എങ്ങനെ പെർഫോമൻസ് ചെയ്യണം, അപ്പൊ എങ്ങനെയായിരിക്കും അടുത്ത സിസ്റ്റം. ഞാൻ ഫസ്റ്റ് ടൈമാണ്
എനിക്ക് 26 വയസ്സാണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് കേരള ടീമിന് ജേഴ്സി ഇടുന്നത്. അപ്പോൾ അതിന് ഭയങ്കര ലൈക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായി, എങ്ങനെ കളിക്കണം, പിന്നെ ലൈക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റും, കളിച്ചാൽ വേറെ എങ്ങനെയൊക്കെ ആൾക്കാർ നോട്ടീസ് ചെയ്യും, ലൈക്ക് വേറെ എങ്ങനെയൊക്കെ ചാൻസ് കിട്ടുന്നൊക്കെ. പക്ഷെ അൽഹംദുലില്ലാ അവിടെ പോയി അവിടെ എത്തുന്നവരെ മാത്രം എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായത്. പിന്നെ കളിക്കാൻ തുടങ്ങി, പ്രാക്ടീസും പിന്നെ നമ്മളെ കോച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര കൂളാണ്. ലൈക്ക് എത്ര സ്ട്രഗിൾ ആണ്, എത്ര പ്രഷറുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ആള് ഭയങ്കര കൂളായിട്ട് നമ്മളെ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആക്കിയിട്ട് നിന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടോ നിനക്ക് ഈ ടീമിൽ കിട്ടാനുള്ള ചാൻസ്, അപ്പോൾ നീ കിട്ടിയ ചാൻസ് മാക്സിമം യൂസ് ചെയ്യ്, മാക്സിമം പെർഫോമൻസ് ചെയ്യുക, നമ്മളെ ഭയങ്കര ലൈക്ക് കൂൾ ആക്കിയിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന കോച്ചാണ്. ഭയങ്കര ഹെൽപ്ഫുൾ ആയി ഞങ്ങൾക്ക്. എന്റെ ഗെയിം സ്റ്റൈൽ ടോട്ടലി ചെയ്യിപ്പിച്ച ആളാണ്. അപ്പോ ആ ഒരു പ്രഷർ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ നാടിനെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ കളിക്കുന്നുള്ളത്. അപ്പോ കളിക്കുമ്പോൾ അപ്പോ അങ്ങനെ കളിക്കുമ്പോ ലൈക്ക് ആ ഒരു പ്രഷർ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചോണ്ടായി ലൈക്ക് ഇങ്ങനെ ഈ പ്രഷർ നമുക്ക് കളിക്കാൻ പറ്റുമോ. എനിക്കിപ്പോ പ്രഷറുള്ള സമയത്ത് ചില സമയത്ത് കളിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ഫാമിലി ഒക്കെ വന്ന് കളി കണ്ടാല് എനിക്ക് ചില സമയത്ത് കളിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്റെ വയസ്സ് ഇങ്ങനെ വരും, ലൈക്ക് എനിക്ക് അവരെ ഇംപ്രസ് ചെയ്യണം എന്റെ കളി കാണിച്ച്. അപ്പൊ അതൊക്കെ ഞാൻ മൈൻഡിലേക്ക് എടുത്താൽ എന്റെ കയ്യിൽ നിന്ന് പോകും. അല്ലാണ്ട് നോർമൽ മൈൻഡ് ലൈക്ക് ഓക്കെ കളിക്കുക, എന്റെ ഉള്ള എഫേർട്ട് ഫുൾ ഇട്ട് കളിക്കുക എന്നുള്ള മൈൻഡിലാണ് ഇറങ്ങി വെച്ചാൽ ഞങ്ങൾക്ക് നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കേരള ജേഴ്സി ഇട്ട് കളിച്ചപ്പോ ഭയങ്കര ഹാപ്പിയായി, ഭയങ്കര പ്രൗഡായി. എന്റെ നാട്ടുകാരാണെങ്കിലും ഫാമിലീസ് ആണെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി, പ്രൗഡായി. ഒരു പ്രഷർ ഉണ്ടായി കളിക്കുമ്പോൾ ആദ്യം, പിന്നെ തുടങ്ങിയപ്പോ പിന്നെ ആ ഒരു മൈൻഡ് പോയി, പിന്നെ എങ്ങനെ കളിക്കാന്നുള്ള രീതിക്ക്. ഇപ്പൊ കോച്ച് എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിനോ അതുപോലെ തന്നെ പ്ലേയേഴ്സ് ലൈക്ക് എന്നെക്കാളും ഞാൻ ഉള്ള ഓപ്പണായിട്ട് പറയാം വെച്ചാൽ എന്നെക്കാളും ഇപ്പൊ 22 അംഗ ടീം ഉണ്ടെങ്കിൽ അതിലൊരു 15-16 ആൾക്കാർ എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ ആണ്. ലൈക്ക് ഇപ്പൊ കേരള സൂപ്പർ ലീഗ് കളിച്ച് വന്ന പ്ലേയേഴ്സ് അജ്സരി കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയേഴ്സ് ആണ്. പിന്നെ 2 കേരള പോലീസിന്റെ പ്ലെയേഴ്സ് ഉണ്ട്, KSCB പ്ലെയേഴ്സ് ഉണ്ട്, പിന്നെ KSL കളിച്ച പ്ലെയേഴ്സ് ഉണ്ട്. അപ്പൊ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് ആണ്. അപ്പോ അവർ എന്ത് പറഞ്ഞു തരുന്നുണ്ടോ, ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അത് എനിക്ക് ഹെൽപ്ഫുൾ ആണ്. എന്ന് വെച്ചാൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അപ്പോൾ 11s കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് നമുക്ക് എന്ത് പറഞ്ഞു തരുന്നുണ്ടോ അത് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ കോച്ചസും സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിനോ അതുപോലെ തന്നെയാണ് എനിക്ക് പ്ലെയേഴ്സ് ഹെൽപ്പ് ചെയ്തത്. ലൈക്ക് ഒരു മിസ്റ്റേക്ക് കണ്ടാൽ അതിങ്ങനെ പറഞ്ഞു തരും, ഒരു നല്ല കാര്യം ചെയ്താൽ അവർ അപ്രീഷിയേറ്റ് ചെയ്യും. ലൈക്ക് ഒരു ടീമല്ല, എനിക്കൊരു ഫാമിലി പോലെയാണ്. ലൈക്ക് ഇപ്പൊ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് പോവാ, ഫാമിലി നാട്ടുകാർക്ക് എത്തണം, അങ്ങനെ ഓറഞ്ച് സ്പെൻഡ് ചെയ്യണം ഒക്കെ വേണ്ടാന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് നേരെ പറഞ്ഞാൽ ഓരോ മിസ്സാണ്. ലൈക്ക് നമ്മളെ റൂംമേറ്റ്സ് ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ പോകുന്ന മൊമെന്റ്, പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന മൊമെന്റ്, ഒന്നിച്ചുള്ള ലൈക്ക് ഫൺ മൊമെന്റ്, അതൊക്കെ ഭയങ്കര മിസ്സാകുന്നുണ്ട്. അപ്പോ കോച്ചും സ്റ്റാഫ്സും എങ്ങനെ ഹെൽപ്പ് ചെയ്തിനോ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് പ്ലെയേഴ്സ് തന്നെ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയായിരുന്നു അവിടെ ഡെയിലി റൂട്ടീൻസും കാര്യങ്ങളൊക്കെ? അവിടെ ഏറ്റവും ലൈക്ക് ലൈക്ക് നമുക്ക് അടുത്ത വെതർ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ തണുപ്പായതുകൊണ്ട്. അപ്പൊ അതൊന്ന് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് 2-3 ദിവസം വയനാട് പോയിട്ട് പ്രാക്ടീസ് ചെയ്ത് തണുപ്പായിട്ട് പൊരുത്തപ്പെടാൻ. പക്ഷെ അടുത്ത ഫുഡാണ് നമുക്ക് മീൻസ് ഇവിടുന്ന് നല്ല പോലെ ഫുഡ് കഴിച്ച് നമ്മൾ കേരള ഫുഡും ആസാം ഫുഡും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫുഡിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. എന്നും ഈ പരിപ്പും റൊട്ടിയും ചോറും പിന്നെ ചിക്കൻ വേവിച്ച പോലത്തെ കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്ന മാത്രം. അപ്പോൾ പക്ഷെ നമ്മളത് സ്ട്രഗിൾ ചെയ്യണം. ലൈക്ക് അവിടെ പോയിട്ട് ഈ മന്തിയും അൽഫാമൊക്കെ അടിച്ചാൽ പിന്നെ കളിക്കലുണ്ടാവില്ല, വെറുതെ അവിടെ ഇരിക്കുന്നതല്ലേ. നമ്മളെ നാടിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മുടെ നാടിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുമ്പോക്ക് നമ്മൾ ആ ഒരു ആത്മാർത്ഥ ഒരു ഡെഡിക്കേഷൻ കാണിക്കണം. അപ്പോൾ അത് ടീമിന് മാത്രമല്ല നമുക്ക് ഇൻഡിവിജ്വലും അത് ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡിന്റെ ഒരു കാര്യം മാത്രമാണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായത്. ഇപ്പൊ നീ ക്വാർട്ടർ ഫൈനലില് ആസാമിനെതിരെ ഗോൾ അടിച്ചു, അപ്പൊ നീ ആ സമയത്ത് ഓരോ നാട്ടിൽ പോയിട്ട് ഗോൾ അടിച്ചിട്ട് നിന്റെ ഒരു ഫീലിങ്സ് എന്തായാലും? അത് ലൈക്ക് ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ്. എന്ന് വെച്ചാല് ആസാമിൽ പോയിട്ട് ആസാമിന്റെ എതിര് 90 മിനിറ്റ്സിൽ ഇറങ്ങിയിട്ട് ഗോൾ അടിക്കുക എന്നുള്ളത് ഭയങ്കര പ്രൗഡ്, ഭയങ്കര ഹാപ്പി ഇതാണ്. അത് സൂപ്പർ സബ് ആയിരുന്നു. ഞാന് സൂപ്പർ സബ് അല്ല, ലൈക്ക് നമ്മൾ ഇപ്പൊ എന്നെ കോച്ചസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് വെച്ചാല് ഞാൻ ഡിഫെൻഡിങ് കൂടുതൽ ചെയ്യുന്ന പ്ലെയറാണ്, ഡിഫെൻഡിങ് താല്പര്യമുള്ള പ്ലെയറാണ്. അപ്പോൾ കോച്ച് ഇപ്പൊ നമ്മൾ 2 ഗോൾ 1 ഗോളൊക്കെ ലീഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തന്നെ ഇറക്കും, ഒരു 70, 60, 80 അങ്ങനെ. അപ്പോ ഇപ്പൊ നമ്മൾ 2 ഗോൾ ലീഡ് ആയിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെയാണ് എന്നെ ഒരു 72 85 തന്നെ ഇറക്കുന്നത്. അപ്പൊ ആ ഗോള് ടീമിനൊരു ബോണസ് ആണ്. അപ്പൊ എന്നെ ഇറക്കിയ എന്റെ കൂടുതൽ ഉത്തരവാദിത്തം എന്താ വെച്ചാൽ ഡിഫെൻഡിങ് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. 2 ഗോൾ ലീഡ് അല്ലേ, ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യാൻ. മീൻസ് ഞങ്ങൾ ഗോൾ വാങ്ങിക്കുക എന്നുള്ളത് കോച്ചിന് ഏറ്റവും ഹേറ്റസ്റ്റ് കാര്യമാണ്, ഗോൾ കൺസീഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയെങ്കിലും അത് കാത്തുസൂക്ഷിക്കണം. അങ്ങനെയാണ് ഡിഫെൻഡിങ് കൂടുതൽ താല്പര്യമുള്ള എന്നെ ഇറക്കിയത്. അങ്ങനെ ആ ഗോള് അടിക്കാൻ പറ്റി. ആ ഗോൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ കാണാം,
ആ ബോള് കൗണ്ടർ പോകുമ്പോക്ക് തീരെ താല്പര്യമില്ല. സെന്ററിന് അവിടെ ഒരു ഓടണല്ലോ. അപ്പൊ ഞാൻ മനസ്സോടെ നിന്നിട്ട് പിന്നെ കുഴപ്പമില്ല എന്തായാലും പോകല്ലേ, അത് നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ കാണാം. ഞാൻ ആദ്യം എല്ലാം എടുക്കായിരുന്നു. മീൻസ് എന്നെ കൂടുതൽ എന്റെ ഉത്തരവാദിത്വം ഡിഫെൻഡിങ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഓടിയിട്ട് അവിടുന്ന് ബോൾ വന്നിട്ട് സ്കോർ ചെയ്യുന്നത്. അപ്പൊ സ്കോർ ചെയ്തപ്പോ ഞാൻ അവിടെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് എന്റെ ഉപ്പാക്കെന്ന് പറഞ്ഞിട്ട്, ഗോൾ എന്റെ ഉപ്പാക്കെന്ന് പറഞ്ഞിട്ട്. അപ്പോ പിന്നെ സെലിബ്രേഷൻ ഞാൻ 2 സെലിബ്രേഷൻ ചെയ്ത്. ഒന്ന് ആദ്യം ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് സമയം വരും എന്നുള്ള രീതിക്ക്, പിന്നെ ഒന്ന് കാണിച്ച്. അപ്പോ എന്റെ ഉപ്പാന്റെ പേര് അബ്ബാസ് എന്നും ഉമ്മാന്റെ പേര് അസൂറ എന്നുള്ളതാണ്. അപ്പൊ അതാണ് കാണിച്ചത്. അപ്പൊ ചില ആൾക്കാർക്ക് ഈ സംഭവം മനസ്സിലായില്ല സെലിബ്രേഷൻ എന്ന് വെച്ചാല്. എപ്പം ഗോൾ അടിക്കുന്ന ആൾക്കാർ ഇത് സാധനം ചെയ്യുമ്പോക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ പോയിട്ട് ഒരാൾ സൂയി ഇട്ടെങ്കിൽ മനസ്സിലാവും, ഓക്കെ ഇത് റൊണാൾഡോന്റെ ആണ്. അല്ലെങ്കിൽ ഇപ്പൊ മെസ്സി ഇങ്ങനെ ആക്കിയാലും മെസ്സിന്റെ മനസ്സിലാവും. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ആക്കിയാൽ പോഗ്ബന്റെ. ഇപ്പൊ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഞാൻ ഗോൾ അടിക്കല് കുറവ്, ഇങ്ങനെ ആക്കല് കുറവ്. അപ്പൊ കാണിച്ചപ്പോ ആൾക്കാർക്ക് തിരിഞ്ഞില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞു കൊടുത്ത്. പിന്നെ ഈ ഗോള് കണ്ടപ്പോ നാട്ടുകാർക്കും ഇപ്പൊ ക്ലബിനാണെങ്കിലും ലൈക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്കെല്ലാം ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരിക്കും എന്ന് എനിക്ക് ഫീൽ ആയി. താങ്ക് യു. ഞങ്ങൾക്ക് ഒരാൾ മെസ്സേജ് അയച്ച് ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നതും സ്കോർ ചെയ്യുന്നതും നമുക്ക് ഭയങ്കര പ്രൗഡായ ഒരു ടൈം കാസർഗോഡിന് വേണ്ടിയിട്ട്. നാട്ടുകാർ കുറെ ആൾക്ക് മെസ്സേജ് അയച്ച്. അപ്പോ ഭയങ്കര ഹാപ്പി അങ്ങനെ ഒരു സ്കോർ. പക്ഷെ എന്താ വെച്ചാൽ ഈ സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു കളിയാണ്. അപ്പോ അവിടെ ടീമിൽ കേരള ടീമിന് വേണ്ടി കളിക്കുക, ഒരു ഗോൾ അടിക്കുക എന്നുള്ളത് അത് വലിയ കാര്യമാണ്. മീൻസ് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള എന്തോ ഒരു ഭാഗ്യമാണ് എനിക്ക് ആ സാധനം കിട്ടിയത്. അപ്പോ അത് ഞാൻ അള്ളാഹിനോട് ഹാഫ് ടൈം കഴിഞ്ഞ് 0-0 ഹാഫ് ടൈം കഴിഞ്ഞ് 80 മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ ഇങ്ങനെ ആക്കുന്നുണ്ട്. എന്നിട്ട് 90 കഴിഞ്ഞ് പിന്നെ ഡിഫൻഡർ ആണല്ലോ അങ്ങനെ. അല്ല അതിലിപ്പോ നമുക്ക് എന്ത് ലൈക്ക് ബേജാറാവേണ്ട കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ കളിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പുറത്തിരിക്കുന്നുണ്ടെങ്കിൽ ടീമിൽ കയറുന്നുണ്ടെങ്കിൽ എല്ലാം കോച്ചിങ്ങിന് ഒരു ടാക്ടിക്സ് ഉണ്ട്. അപ്പൊ കോച്ചിന്റെ ടാക്ടിക്സ് അനുസരിച്ചിട്ടാണ്. അപ്പൊ ഇറക്കാത്തതിൽ എനിക്ക് അങ്ങനെ വലിയ ബേജാറൊന്നും ഇല്ല. പക്ഷെ കളി തോറ്റിയിൽ എനിക്ക് ബേജാറുണ്ട്. അപ്പൊ നമ്മ ഇറക്കി കളിക്കുക, ഗോൾ അടിക്കുക എന്നുള്ളക്കാളും വലുതാണ് ടീം ജയിക്കുക എന്നുള്ളത്. നമ്മ ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. അപ്പോ കളി തോറ്റതിന്റെ സങ്കടം നിൽക്കേണ്ടത്, അല്ലാണ്ട് ഇറക്കാത്ത എന്താ വെച്ചാല് ഫസ്റ്റ് കളി തൊട്ട് സെമി വരെ എല്ലാ കളി കളിച്ച പ്ലെയറാണ് ഞാൻ. അപ്പോ ഞാൻ പറഞ്ഞില്ല, എന്നെ കൂടുതൽ ഡിഫെൻഡിങ്ങിനാണ് എന്നെ കൂടുതൽ യൂസ് ചെയ്യുന്നത്, ലൈക്ക് ടീമിന് ഹെൽപ്പ് ആവുന്നത്. അപ്പൊ കളി 0-0 ആണ്. മറ്റൊന്നും കളി കഴിഞ്ഞിട്ടുള്ളതും 0-0 ആയി. അപ്പൊ അവിടേക്ക് കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന പ്ലെയറിനാണ് ഇറക്കാൻ സാധ്യത കൂടുതൽ. അങ്ങനെയാണ് 2 വിംഗേഴ്സിനെയും ഒരു സ്ട്രൈക്കറിനൊക്കെ ഇറക്കുന്നത്. അപ്പോ ഒരു ഗോൾ നമ്മൾ ഓൾറെഡി വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ ആവശ്യം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. പിന്നെ പ്ലെയേഴ്സ് ഇഞ്ചുറി പറ്റി. പക്ഷെ അവർ ഈ ലെവൻസിന് പറ്റിയെന്ന് വെച്ചാല് ഇപ്പൊ 80 മിനിറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് 10 മിനിറ്റിൽ ഇറക്കുന്ന പ്ലെയേഴ്സിന് ആദ്യം ഒന്നും കത്തല, ലൈക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. എനിക്ക് തന്നെയാണ്, എനിക്ക് പെട്ടെന്ന് ടയർഡ് ആവും ഇറങ്ങിയപ്പാട്. പക്ഷെ ആ ഒരു ഫ്ലോ, ആ ഒരു സാധനം കിട്ടിയാൽ പിന്നെ കളിക്കാൻ പറ്റും. അപ്പൊ ഒരു ഗോൾ തോറ്റ് വെക്കുമ്പോക്ക് ഇങ്ങനത്തെ ഒരു പ്ലെയറിനുള്ളിൽ ഇറക്കിയാല് 10 ആൾ കളിക്കുന്ന പോലെ ആവും. ആ ഒരു പ്ലെയർ വെറുതെ ആവും, ഡമ്മി ആവും. അപ്പോ കോച്ചിങ് ടാക്ടിക്സ് അനുസരിച്ചിട്ട് 2-3 അറ്റാക്ക് ചെയ്ത പ്ലെയേഴ്സിനെ ആക്കി. പിന്നെ അവരൊന്ന് ഗോൾ അടിച്ചാൽ എല്ലാ ടീം ചെയ്ത പോലെ ബസ് പാർക്കിംഗ് തുടങ്ങി, ബാക്കിൽ നിന്നിട്ട് അടിച്ചു വിടല്. പിന്നെ ഈ ബോൾ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് അടുക്കെത്തുമ്പോ തന്നെ ഒരു 3-4 സെക്കൻഡ് പോകുന്നു. അങ്ങനെ 10 അടിച്ചാല് കളി പിന്നെ കഴിഞ്ഞ്. അപ്പൊ എനിക്ക് ഇറങ്ങാത്തതിലോ കളിക്കാത്തതിലോ സങ്കടമൊന്നുമില്ല. ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. സെമി വരെ കളിക്കാൻ പറ്റി എന്നുള്ളത് ഹാപ്പി ഉണ്ട്. ഒരു കളി ഞാൻ ഫുൾ ടൈം കളിച്ച് ഫസ്റ്റ് ലെവൽ ഇറങ്ങിയിട്ട്. അപ്പോ കളിക്കാൻ പറ്റാത്തതിന്റെ ബേജാറല്ല, ഫൈനലിൽ കപ്പ് നഷ്ടപ്പെട്ടതിന്റെ ബേജാറാണ് നിങ്ങൾക്കുള്ളത്. ഇനി ദിസ് ഓർ ദാറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ആകാം. അപ്പോൾ പെട്ടെന്ന് ഉത്തരം പറയാം. വാൻ ഡൈക്ക് ഓർ റാമോസ്? റാമോസ് ഓർ പീക്ക്? റാമോസ് ഓർ കാസമിറോ? കാസമിറോ ഓർ പോഗ്ബ? പോഗ്ബ ഓർ ബെല്ലിംഗം? ബെല്ലിംഗം ഓർ പെഡ്രി? പോഗ്ബ ഓർ പെഡ്രി? പോഗ്ബ ഓർ വിനീഷ്യസ്? പോഗ്ബ ഓർ റാഫീന? പോഗ്ബ ഓർ ലെവൻഡോസ്കി? പോഗ്ബ ഓർ ഹാരി കെയ്ൻ? പോഗ്ബ ഓർ ഹാലൻഡ്? പോഗ്ബ ഓർ എംബാപ്പെ? പോഗ്ബ ഓർ യമാൽ? പോഗ്ബ ഓർ നെയ്മർ? പോഗ്ബ ഓർ റൊണാൾഡോ? പോഗ്ബ ഓർ മെസ്സി? ഓക്കെ, നമ്മൾ നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ചിച്ചു ഫോർ യുവർ